കടൽ തിരമാലകൾക്ക് മുകളിലൂടെ ഭീമൻ കപ്പലുകൾ പാഞ്ഞു പോകുമ്പോൾ അതിന്റെ അമരത്ത് ഒരു ക്യാപ്റ്റനോ ജീവനക്കാരനോ ഇല്ലാത്ത കാലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന ആ കാഴ്ച ഇനി യാഥാർത്ഥ്യമാവുകയാണ്. അതും നമ്മുടെ ഇന്ത്യയുടെ തീരങ്ങളിൽ. ആന്ധ്രാപ്രദേശ് ഒരു ആഗോള വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ലോകത്തെ ആദ്യത്തെ ഓട്ടോണമസ് ഷിപ്പ് ഹബ് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്നു. ടെസ്ല കാറുകൾ റോഡിൽ സ്വയം ഓടുന്നത് പോലെ കടലിൽ സ്വയം സഞ്ചരിക്കുന്ന കപ്പലുകളുടെ നിയന്ത്രണ കേന്ദ്രമായി മാറുകയാണ് നമ്മുടെ രാജ്യം. എന്താണ് ഈ ഓട്ടോണമസ് ഷിപ്പ് ഹബ്ബ്? ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ മാറ്റിമറിക്കും? നമുക്ക് നോക്കാം. ഓട്ടോണമസ് ഷിപ്പ് ഹബ്ബ് എന്നത് മനുഷ്യ സഹായമില്ലാതെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ നിർമ്മാണം, നിയന്ത്രണം, ഗവേഷണം എന്നിവ നടക്കുന്ന ഒരു കേന്ദ്രീകൃത ആസ്ഥാനമാണ്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് ആണ് ആന്ധ്ര സർക്കാരുമായി ചേർന്ന് ഇത് നിർമ്മിക്കുന്നത്. ലോകത്ത് പലയിടത്തും ഡ്രൈവറില്ലാ കപ്പലുകൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവയുടെ രൂപകൽപ്പന മുതൽ കടലിലെ പരീക്ഷണം വരെ ഒരൊറ്റ കുടക്കീഴിൽ നടക്കുന്ന ലോകത്തിലെ ആദ്യ ഇന്റഗ്രേറ്റഡ് ഹബ്ബാണിത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതിന്റെ കൺട്രോളിംഗ് റൂമാണ്. കടലിന് നടുവിൽ ക്യാപ്റ്റൻ ഇല്ലാതെ സഞ്ചരിക്കുന്ന നൂറുകണക്കിന് കപ്പലുകളെ ഉപഗ്രഹങ്ങൾ വഴി ആന്ധ്രയിലെ ഈ ഹബ്ബിൽ നിരീക്ഷിക്കാം. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇവിടെ ഇരിക്കുന്ന ഓപ്പറേറ്റർമാർക്ക് കിലോമീറ്ററുകൾ അകലെയുള്ള കപ്പലിനെ റിമോട്ട് വഴി നിയന്ത്രിക്കാൻ കഴിയും. കടലിന്റെ കാലാവസ്ഥ, തിരമാലകളുടെ ഗതി, മറ്റ് കപ്പലുകളുടെ സാന്നിധ്യം എന്നിവ വിശകലനം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ സൃഷ്ടിക്കപ്പെടുന്നത് ഈ ആന്ധ്രയിലെ കേന്ദ്രത്തിലാണ്. ഒരു ഡ്രൈവറില്ലാ കാർ റോഡിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്നത് പോലെ കടലിലെ തടസ്സങ്ങൾ തിരിച്ചറിയാനുള്ള സോഫ്റ്റ്വെയറുകൾ ഇവിടെ വികസിപ്പിക്കുന്നു. മനുഷ്യനേക്കാൾ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിക്കും. ഉദാഹരണത്തിന്, മറ്റൊരു കപ്പൽ അടുത്തു വരികയാണെങ്കിൽ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ പാലിച്ച് ഏത് ദിശയിലേക്ക് മാറണം എന്ന് AI നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനിക്കുന്നു. കടലിന് നടുവിൽ റേഞ്ച് ഇല്ലാത്ത ഇടങ്ങളിൽ പോലും ഉപഗ്രഹങ്ങൾ വഴി കരയിലെ കൺട്രോൾ റൂമുമായി ഈ കപ്പലുകൾ ബന്ധം പുലർത്തും. ഇവിടെ കപ്പലുകൾ നിർമ്മിക്കുക മാത്രമല്ല, ആഗോളതലത്തിൽ സഞ്ചരിക്കുന്ന ഇത്തരം നൂറുകണക്കിന് കപ്പലുകളെ നിയന്ത്രിക്കാൻ ഒരു റിമോട്ട് കൺട്രോൾ സെന്ററായി ഈ ഹബ്ബ് പ്രവർത്തിക്കും. മനുഷ്യർക്ക് താമസിക്കാനുള്ള ക്യാബിനുകളും മറ്റ് സൗകര്യങ്ങളും ഒഴിവാക്കുന്നതിലൂടെ കപ്പലിന്റെ ഭാരം കുറയ്ക്കാനും ചരക്ക് കൂടുതൽ കയറ്റാനുമുള്ള സ്ഥലം കണ്ടെത്താനും ഇതിലൂടെ സാധിക്കും. ഇത് വരുമാനത്തിൽ വലിയ വർധനവുണ്ടാക്കും. ഇന്ത്യയുടെ 95% വ്യാപാരവും സമുദ്രം വഴിയാണ് നടക്കുന്നത്. ആന്ധ്രയിലെ ഈ ഹബ്ബ് പ്രവർത്തന സജ്ജമാകുന്നതോടെ ചരക്ക് നീക്കത്തിന്റെ വേഗത വർദ്ധിക്കുകയും ചിലവ് ഗണ്യമായി കുറയുകയും ചെയ്യും. ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത നൽകും. ബ്ലൂ എക്കോണമി എന്നറിയപ്പെടുന്ന സമുദ്ര സമ്പദ് വ്യവസ്ഥയിൽ ചൈനയെ മറികടന്ന് ലോക നേതാവാകാനുള്ള ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗം കൂടിയാണ് ഈ നീക്കം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ തീരപ്രദേശമാണ് ആന്ധ്രയുടേത്. വിശാഖപട്ടണം, ഗംഗാവരം, കാക്കിനഡ തുടങ്ങിയ പ്രമുഖ തുറമുഖങ്ങൾ ഈ വിപ്ലവത്തിന് അടിത്തറയൊരുക്കുകയാണ്. ആഗോള ഷിപ്പിംഗ് ഭീമന്മാരായ നോർവേ, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ കമ്പനികൾ ഇതിനോടകം തന്നെ ഇന്ത്യയുമായി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് കോടിയുടെ വിദേശ നിക്ഷേപമാണ് ഈ മേഖലയിലേക്ക് ഒഴുകാൻ പോകുന്നത്. ഇത് ഇന്ത്യയിലെ യുവാക്കൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മുതൽ നേവൽ ആർക്കിടെക്ചർ വരെയുള്ള മേഖലകളിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ നൽകും. മുമ്പ് നമ്മൾ വിദേശ കപ്പലുകൾക്കായി കാത്തു നിന്നിരുന്നെങ്കിൽ ഇന്ന് ലോകം ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയ്ക്ക് ക്യൂ നിൽക്കുകയാണ്. 2030 ലോകത്തിലെ കപ്പൽ ഗതാഗതത്തിന്റെ സിംഹഭാഗവും ഇത്തരം ഓട്ടോണമസ് സംവിധാനങ്ങളിലേക്ക് മാറും. അന്ന് ലോകത്തിന്റെ സമുദ്ര വ്യാപാരത്തിന്റെ ചാലക ശക്തിയായി ഇന്ത്യ മാറും. കൊച്ചി കപ്പൽശാല ഇലക്ട്രിക് കപ്പലുകൾ നിർമ്മിക്കുമ്പോൾ ആന്ധ്രയിലെ ഈ ഹബ്ബ് അവയുടെ മസ്തിഷ്കമായി പ്രവർത്തിക്കും. ഇതൊരു തുടക്കം മാത്രമാണ്. കരയിലും വിണ്ണിലും കടലിലും ഇന്ത്യ സ്വയം പര്യാപ്തത നേടുന്നതിന്റെ അടയാളം.